മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പ്രവർത്തനങ്ങളുടെ തടസ്സങ്ങൾ മാറുന്നുണ്ട്. കോടതി ഉത്തരവ് പാലിച്ച് നഷ്ടപരിഹാരം നൽകി എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. അതെ, ഉടൻ തന്നെ സർക്കാർ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഏറ്റെടുക്കും എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ തടസ്സങ്ങളെല്ലാം ഓരോന്നായി നീങ്ങുകയാണ്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. സാധാരണ നഷ്ടപരിഹാര തുക കോടതിയിൽ കെട്ടിവെക്കുകയും കോടതി കേസ് തീർപ്പാക്കുന്ന മുറയ്ക്ക് അർഹതപ്പെട്ടവർക്ക് ആ തുക കൈമാറുന്നതുമാണ് രീതി. എന്നാൽ ദുരന്ത നിവാരണ നിയമപ്രകാരം കേസിൽപ്പെട്ട ഭൂമിക്ക് നഷ്ടപരിഹാരം നേരിട്ട് നൽകാൻ കോടതി നിർദ്ദേശിച്ചു. ഈ വിഷയത്തിൽ നിയമോപദേശം തേടിയ ശേഷമാണ് സർക്കാരിന് ആശയക്കുഴപ്പം മാറിയത്. കോടതി ഉത്തരവ് പാലിച്ച് നഷ്ടപരിഹാര തുക നൽകി എസ്റ്റേറ്റ് ഏറ്റെടുക്കും. ഭൂമിയുടെയും ചമയങ്ങളുടെയും വില കണക്കാക്കി നഷ്ടപരിഹാര തുക കൈമാറിയാൽ മതിയാകും. ഭൂമി ഏറ്റെടുക്കൽ നടപടി ഫെബ്രുവരി അവസാനത്തോടെ പൂർത്തിയാക്കും. ടൗൺഷിപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മാർച്ച് ആദ്യവാരം തറക്കല്ലിടും. 1 കൊല്ലം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി വീടുകൾ കൈമാറാനാണ് തീരുമാനം. ബജറ്റിൽ 750 കോടി രൂപ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വകയിരുത്തിയിട്ടുണ്ട്. എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിലെ നഷ്ടപരിഹാരം നൽകാനും ടൗൺഷിപ്പ് നിർമ്മിക്കാനും ഈ തുക മതിയാകുമെന്നാണ് വിലയിരുത്തൽ. 24 തിരുവനന്തപുരം.